പവർ ഓഫ് 4 സിലിണ്ടർ മാൻ, പവർ ഓഫ് 4 സിലിണ്ടർ, 1.1 ലിറ്റർ F10D. ഇതിൻ്റെ സിങ്ക്രോമേഷൻ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ഈസ് കംപ്ലീറ്റ്ലി ഹയർ. ഇതാണ് നമ്മുടെ ബാക്കിലെ സ്പേസ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഈ 2007 മോഡൽ മാരുതി സുസുക്കി സെന്നസ്റ്റിലോ LXi. സോ 2006 മാരുതി ഇറക്കിയ വണ്ടിയായിരുന്നു ഈ സെന്നസ്റ്റിലോ. നമ്മൾ സാൻഡ്രോ ഒക്കെ നല്ലോണം വിറ്റ് പോയിക്കൊണ്ടിരുന്നൊരു കാലത്ത് നമ്മൾ വാഗനാർ ഓൾറെഡി ആ ഒരു സമയത്തുണ്ടായിരുന്നു. അത് ഒരു പ്രാക്ടിക്കാലിറ്റി ബേസ് ചെയ്തൊരു വണ്ടിയായിരുന്നു മാരുതിയുടെ. അപ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ്, ഒരു യങ് ബയേഴ്സിന് വേണ്ടി ടാർഗറ്റ് ചെയ്തൊരു വണ്ടിയായിരുന്നു നമ്മുടെ ഈ സെന്നസ്റ്റിലോ. ഈ എസ്റ്റിലോ എന്നുള്ള പേര് തന്നെ നമ്മൾ ഒരു സ്പാനിഷ് വേർഡാണ്. സ്റ്റൈൽ എന്ന മീനിങ് ഉള്ള ഒരു സ്പാനിഷ് പേരാണ് നമ്മുടെ എസ്റ്റിലോ എന്ന് പറയുന്നത്. സോ അന്ന് ഒരു 4-4.5 ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ ഓൺ റോഡ് വിലയൊക്കെ. നമ്മുടെ വാഗനാറിൻ്റെ സെയിം ചേസസ് തന്നെയാണ്. നമ്മുടെ MR വാഗൻ എന്ന് പറഞ്ഞ സുസുക്കി ഇറക്കിയ അതേ ടോൾ ബോയ് മോണോകോക്ക് ചേസസിലാണ് നമ്മുടെ ഈ സെന്നസ്റ്റിലുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ കീ വരുന്നത്. ഒരു പ്രറ്റി സിമ്പിൾ കീ ആണ്. വലിയ അലങ്കാരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ നമ്മുടെ പണ്ട് കണ്ടുവരുന്ന കീ. ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ ബൂട്ട് തുറന്ന് നോക്കാം. ബൂട്ട് സ്പേസ് ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ബൂട്ട് തുറക്കാൻ കീ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് തുറക്കാത്ത എന്നാൽ ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഇങ്ങോട്ടിട്ടാൽ നമ്മുടെ ബൂട്ട് ഓപ്പണായി. ബൂട്ട് നമ്മുടെ പഴയ വാഗനറിനെക്കാട്ടും കുറച്ചും കൂടി ഉള്ളതുപോലെ തോന്നി. അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ലഗേജൊക്കെ അത്യാവശ്യം സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ ഇതിലോട്ട് ഭാഗത്തോട്ടൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ ടയറൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട്, സ്പെയർ ടയർ, ടൂൾസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ബൂട്ട് വരുന്നത്. നമുക്ക് അടയ്ക്കാം. നമുക്ക് വണ്ടി ഒന്ന് മെല്ലെ ഓണാക്കാം. നമ്മുടെ വണ്ടീൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് നോർമൽ ലോക്ക്, സെൻട്രൽ ലോക്ക് വന്നിട്ടുണ്ട്. LXi വേരിയൻറ്റിന് സെൻട്രൽ ലോക്കിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കീ ഇട്ടിട്ട് ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ്, ബോഡി കളേർഡാണ്. അപ്പോൾ വെച്ച് തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളോട്ട് കയറി സെന്നസ്റ്റിലൂടെ. ഇനി വണ്ടി ഓണാക്കണമെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് താത്തി ന്യൂട്രലിട്ടു, കീ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് എൻജിൻ ബേ ഒന്ന് തുറന്ന് നോക്കാം. എൻജിൻ ബേ തുറന്ന് നോക്കുകയാണെങ്കിൽ താഴെയായിട്ട് ഇതാ ഇവിടെ ഒരു ലിവറുണ്ട്. അത് പുള്ളി ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു സാധനം എടുത്ത് ഇത് വെച്ചാൽ നമ്മുടെ എൻജിൻ ബേ ആകും. എൻജിൻ ബേ ഒക്കെ നല്ല ലൈറ്റാണ്. ഇൻസുലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 1.1 ലിറ്റർ F10D 4 സിലിണ്ടർ മാരുതി സുസുക്കിയുടെ എൻജിൻ. നമ്മുടെ പഴയ വാഗനാറിലുള്ള അതേ എൻജിൻ ചില ആൾട്ടോയിലൊക്കെ ഒരു എൻജിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. SOHC ആണ്, MPFI. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ അറൗണ്ട് 65 bhp at 6200 RPM ആൻഡ് നമ്മുടെ ടോർക്ക് വരുന്നത് അറൗണ്ട് 84 Nm at 3500 RPM. അപ്പോൾ ബാക്കിയുള്ള റിവൽസ് വെച്ച് നോക്കുമ്പോൾ ടോർക്ക് വൈസ് ഇത് കുറച്ച് കുറവാണ്. ബട്ട് പവർ ഫിഗേഴ്സ് ഒക്കെ ഇതിൻ്റെ റിവൽസൊക്കെ വെച്ച് സാൻഡ്രോ, ഗെറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ടോർക്കിൽ കുറച്ച് ലോ ആണ്. ബട്ട് വേറെ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ഈസ് കംപ്ലീറ്റ്ലി ഹയർ ആസ് കമ്പയർഡ് ടു ദോസ് റിവൽസ് വെച്ച് നോക്കുമ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോ ഈ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എൻജിൻ സൈഡിൽ. നമുക്കിങ്ങനെ ആക്കിയിട്ട് അടയ്ക്കാം. ഇത് നമുക്ക് വണ്ടിയുടെ സ്പേസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പാസഞ്ചർ സീറ്റിൽ തന്നെ നമ്മൾ ആദ്യം കയറി ഇരുന്നിട്ടുണ്ട്. സോ ഫുള്ള് മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്, നമ്മുടെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത്ര നമുക്ക് ബാക്കിലോട്ടേക്ക് ആക്കാം. നല്ല സ്പേസ് പാസഞ്ചറിന് വേണമെങ്കിൽ ഇത്രയും, ബാക്കിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്ര സ്പേസ് എടുക്കാം. പിന്നെ നമ്മുടെ പാസഞ്ചറിന് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. വൺ ടച്ച് ഓപ്പറബിൾ ആണോ? അല്ല, വൺ ടച്ച് ഓപ്പറബിൾ അപ്പ് ആൻഡ് ഡൗൺ ഒന്നും അല്ല. ഒന്നും കുഴപ്പമില്ല. മുകളിൽ നമ്മുടെ ഗ്രാബ് ബാർ ഉണ്ട്. നമ്മുടെ ഷെയ്ഡിന് മിററൊന്നുമില്ല, പക്ഷേ അതൊക്കെ ഓക്കെ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കോയിൻ സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ VXi വേരിയൻ്റൊക്കെ ആകുമ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് ബീച്ച് കളർ കോമ്പിനേഷൻ അല്ല, കംപ്ലീറ്റ് ബീച്ച് കളർ കോമ്പിനേഷനാണ്. ഇത് LXi വേരിയൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ബീച്ച് കളർ ടോണിൽ ഇത് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു സ്പേസ് കാണാം. ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊന്നുമില്ല. പേപ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാം. ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, നമ്മളിതിൽ എക്സ്പെക്ട് ചെയ്യത്തില്ല ആംബ്രസ്റ്റും കാര്യങ്ങളൊന്നും. അതൊക്കെയാണ് നമ്മൾ ഈ പാസഞ്ചർ സൈഡിൽ തൈ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു കാല് നീട്ടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് പാസഞ്ചർ സൈഡിലായിട്ട് വരുന്നത്. ഇനി നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രണ്ടിലോട്ടേക്ക് ആക്കാം. ഈ ഒരു സ്പേസ് വെച്ചിട്ട് നമുക്ക് ബാക്കിൽ എത്ര സ്പേസ് ഉണ്ട് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ഗ്ലൗ ബോക്സ് നമുക്ക് നോക്കാം. ഗ്ലൗ ബോക്സ് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഗ്ലൗ ബോക്സ് ആണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്ലൗ ബോക്സിൻ്റെ കാര്യം. കുറച്ച് നമുക്ക് വേണമെങ്കിലേ ഈ ഒരു റിക്ലൈൻ നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബാക്കിൽ തീരെ സ്പേസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കുറച്ച് റിക്ലൈൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്.
നമുക്കിത് അടയ്ക്കാം. ഈ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലെ സ്പേസ്. അപ്പോൾ അത്യാവശ്യം ഞാൻ ഫ്രണ്ടിൽ കാണിച്ച അത്ര സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത്രയാണ് നമ്മുടെ ലെഗ് റൂം ഒക്കെ വരുന്നത്. കുറച്ചും കൂടെ ഹയറിലാണ്, ഹൈറ്റ് കൂടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളെ തൈ സപ്പോർട്ടൊക്കെ കുറച്ച് കുറവാണ്. ലെഗ് റൂമും ഇച്ചിരി ഇതൊക്കെയുള്ളൂ ലെഗ് റൂമും ബാക്കിൽ. ഹെഡ് റൂം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ ഹെഡ് റൂം വരുന്നത്. തല തട്ടാൻ കുറച്ച് തല തട്ടുന്ന രീതിയിലാണ് ഹെഡ് റൂം വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഡ്രൈവർ സീറ്റ് നല്ല രീതിയിൽ ബാക്കോട്ടേക്ക് ആക്കിയിരിക്കുക, അതുകൊണ്ടാണ് ഇത് ഇത്ര സ്പേസ് കുറഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ സീറ്റ് പോക്കറ്റും ഒന്നും വന്നിട്ടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ സീറ്റ് പോക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. ഇതിപ്പോൾ ഈ സീറ്റ് കവറൊക്കെ വെച്ചോണ്ടേ അഡ്ജസ്റ്റബിളിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കാണാൻ പറ്റുന്നില്ല. സംഭവം എന്തായാലും ഈ രണ്ട് സാധനവും മുകളിലോട്ടേക്കും താഴോട്ടേക്കും ആക്കാൻ പറ്റുന്നതാണ്. നടുവിലുള്ള ആൾക്കൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ബാക്കിലുള്ളത് നമ്മുടെ മാനുവൽ വിൻഡോസാണ്. നമ്മളെ പഴയ വണ്ടിയിലൊക്കെ കണ്ടിരുന്ന മാനുവൽ ടൈപ്പ് വിൻഡോസ്. കുഴപ്പമില്ല, ഒരു മീഡിയം ടൈറ്റൊക്കെ ആയിട്ട് ഉള്ള മാനുവൽ വിൻഡോസാണ് ബാക്കിൽ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് സീറ്റ് ഫോൾഡിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെയും അപ്പുറത്തും മുകളിലോട്ടൊക്കെ ആണെങ്കിൽ ഇത് 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് ഇതിന് വന്നേക്കുന്നത്. സോ ഈ സീറ്റ്സ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സംഭവം, ഈ ഒരു ലിവർ മുകളിലോട്ടേക്ക് വലിച്ചാലും അതും കൂടെ ഒന്നിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് ഇങ്ങനെ 60-40 വേണം സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് കംപ്ലീറ്റ് ഈ ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇനി നമുക്ക് തിരിച്ച് ഇവനെ അതേ പൊസിഷനിലോട്ട് ഇടാം. ആയിന്ന് തോന്നുന്നു. ലോക്കായി. പിന്നെ അതാ ഇവിടെ കണ്ട, ഇവിടെ ഒരു കപ്പ് ഹോൾഡർ പോലത്തെ ഒരു സംഭവം. ഇവിടെ വേണമെങ്കിൽ ഒരു കുപ്പിയൊക്കെ വേണമെങ്കിൽ എടുത്ത് വെക്കാം. അങ്ങനെ ഒരു സംഭവം ഇവിടെ കാണാം. ദാറ്റ്സ് ഗുഡ്. അതൊക്കെയാണ് നമ്മുടെ ബാക്ക് സീറ്റിൽ. ഇനിയാണ് നമുക്ക് ഡ്രൈവർ സീറ്റ് എന്നുള്ള പരിപാടികളൊക്കെ പറയാൻ പോകുന്നത്. സീറ്റ് ഫുള്ള് ബാക്കിലോട്ടേക്കാക്കി. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. നമ്മൾ റിക്ലൈനും നമ്മുടെ മുന്നോട്ടും ബാക്കോട്ടും ആക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അത്യാവശ്യം മീഡിയം ടു ലൈറ്റ് മീഡിയം ആണ് ഇതിൻ്റെ റെസ്പോൺസ്. പിന്നെ ഇതിൻ്റെ ടിൽറ്റും ടെലിസ്കോപ്പിക്കൊക്കെ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഇത് കാണുന്നേ ഇല്ല. അപ്പോൾ ഇനി അത് പൊട്ടിപ്പോയതാണോ എന്ന് ഉറപ്പില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ടിൽറ്റെങ്കിലും ഉണ്ടാവും തോന്നുന്നു ഈ ഒരു വണ്ടിക്ക്. ചിലപ്പോൾ ഇത് പൊട്ടിപ്പോയി കാണും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഫോക്കസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ റൗണ്ട് എയർ വെൻസ് ആണ് ആ സൈഡിലും. പിന്നെ നടുവിലൊക്കെ ആയിട്ട് നമ്മളെ സ്ക്വയർ ടൈപ്പ് റെക്ടാങ്കിൾ ടൈപ്പ് എയർ വെൻസ് ആണ് വന്നേക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ലൈറ്റ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, ഇൻ്റർമിറ്റൻറ്റ് ലോ ഹൈ ആയിട്ട് നമ്മുടെ വൈപ്പേഴ്സ്. പിന്നെ ഈ ഒരു സംഭവം പിന്നെ അതെല്ലാം എക്സ്ട്രാ ആണ്. പിന്നെ നമ്മുടെ ഗണപതിയുടെ ഒരു ചെറിയ അതെല്ലാം എക്സ്ട്രാ വെച്ചതാണ്. ഒരു ഡ്രൈവർ പവർ വിൻഡോ സ്വിച്ച് വൺ ടച്ച് ഓപ്പറബിൾ ആണ്. ഇത് പെട്ടെന്ന് താഴോട്ടേക്ക് ആവുന്നുണ്ട്. മുകളിലോട്ടേക്ക് വൺ ടച്ച് ഓപ്പറബിൾ ആണോ നോക്കാം. ഒരു പാതി എത്തിയിട്ട് വിട്ടിട്ടും ആവുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു താഴോട്ടേക്ക് മാത്രമേ വൺ ടച്ച് ഓപ്പറബിൾ ഉള്ളൂ തോന്നുന്നു. പിന്നെ നമ്മൾ ഈ പാസഞ്ചർ സൈഡിലായിട്ടുള്ള ഈ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് വിൻഡോ വേണം ലോക്ക് ചെയ്യാം. ചെറിയൊരു കോയിൻ സ്പേസ്. ഇവിടെയും നമുക്ക് ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ബുക്കൊക്കെ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. ഇവിടെ കണ്ട, ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ ഓപ്പണിങ്ങിൻ്റെ സംഭവങ്ങൾക്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ നടുവിലോട്ട് വരുമ്പോൾ നമ്മുടെ സ്റ്റീരിയോ ഉണ്ട്. 4 സ്പീക്കറാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എമർജൻസി ബട്ടൺ, പിന്നെ നമ്മുടെ എയർ ഫ്ലോൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് ആക്കണം അങ്ങോട്ടുള്ളത്, പിന്നെ AC-യുടെ ഒരു ഫിസിക്കൽ ബട്ടൺ, പിന്നെ നമ്മുടെ ഫാൻ സ്പീഡ് ഹൈ ലോ, പിന്നെ ടെമ്പറേച്ചർ കൂട്ടുക അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക, റീസർക്കുലേഷൻ ഓഫ്, റീസർക്കുലേഷൻ ഓൺ. പിന്നെ ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല യൂസ്ഫുൾ ഫീച്ചറാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ആഷ്ട്രേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ടൈറ്റാണ്. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ്. പിന്നെ ഉള്ളതാണ് ഇതിൻ്റെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. അത്യാവശ്യം ടോളായിട്ടുള്ളൊരു ഗിയറാണ്. ഇച്ചിരി പ്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിന് സിങ്ക്രോമേഷൻ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഓരോ ഗിയറിന് നടുക്കും നമ്മളെ ഈ ഗിയർ തമ്മിലുള്ള സ്പീഡ് ഈക്വലാക്കാൻ വേണ്ടിയിട്ട് സിങ്ക്രോമേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് നല്ല സ്മൂത്ത് ആവും. മറ്റേതാകുമ്പോൾ ഈ 2 ഗിയറും തമ്മിലൊരു ഗ്രൈൻഡിങ് പ്രശ്നങ്ങളുണ്ടാവും. മറ്റേ ഈ സംഭവം ഉള്ളതുകൊണ്ട് സ്പീഡ് ഈക്വലായിട്ടേ ഇത് ഷിഫ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ 5th ഗിയറും ഉണ്ട്. ഓവർ ഡ്രൈവ് 5th ഗിയറും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് മാനുവൽ. പിന്നെ ഞാൻ ഈ ഗ്ലൗ ബോക്സിൻ്റെ കാര്യം പറഞ്ഞില്ല, ഇവിടെ കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ബോട്ടിലൊക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു ലൈറ്റ്. നമ്മുടെ ഡ്രൈവറിനുള്ള ഷെയ്ഡിന് മിററൊന്നും കാണുന്നില്ല. ചെറിയൊരു
പേപ്പറൊക്കെ വെക്കാനുള്ള ഇങ്ങനെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ഇത് ഗോജ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമ്മുടെ VXI-നൊക്കെ ആകുമ്പോൾ ടാക്കോമീറ്ററും കൂടെ വരുന്നുണ്ട്. LX-നും LXI-നും ടാക്കോമീറ്റർ അല്ലാത്ത ഈ ഒരു സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ മാത്രമായിട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ വണ്ടിയുടെ എൻജിൻ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്യൂവൽ ഗേജ്, പിന്നെ നമ്മളെ വാർണിംഗ് ലൈറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ സ്പീഡോമീറ്റർ, അതിൽ തന്നെ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ ട്രിപ്പ് മീറ്റർ, പിന്നെ എന്താണുള്ളത് ഓഡോമീറ്റർ, അതായത് ട്രിപ്പ് A ട്രിപ്പ് B ഓഡോമീറ്റർ, സിമ്പിൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ തന്നെ. അതാണ് മീറ്റർ കൺസോളിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ എക്സ്റ്റീരിയർ ഒന്ന് ചെക്ക് ചെയ്യാം. ലൈറ്റ് ഫുൾ ഓണാക്കി AC ഒക്കെ ഓഫാക്കി ഇടാം. നമുക്ക് എക്സ്റ്റീരിയർ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എക്സ്റ്റീരിയറിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രറ്റി ക്യൂട്ട് ഡിസൈൻ തന്നെയാണ് നമ്മുടെ എസ്റ്റിലൂടെ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് കാണാം, പിന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ VXI വേരിയൻറ്റിലോട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ താഴെ ഫോഗ് ലൈറ്റ്സും കൂടെ വരും തോന്നുന്നു. ഇതിലാണെങ്കിൽ ഫോഗ് ലൈറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ സുസുക്കിയുടെ ലോഗോ ഇവിടെ കാണാം. ചെറിയൊരു ക്രോം സ്ട്രൈപ്സ്, ക്രോം ഫിനിഷസ് ഇവിടെയും കാണാം. സൈഡിലോട്ടൊക്കെ വരികയാണെങ്കിൽ ടയേഴ്സ് 13 ഇഞ്ചാണ്. ഒരു കുറച്ചും കൂടെ തിന്നർ വീൽസാണ്. അപ്പോൾ സിറ്റി ഡ്രൈവിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല കംഫോർട്ടും കൺട്രോളൊക്കെ തരുന്ന ടയേഴ്സാണ്. ബട്ട് നമ്മുടെ ഹൈവേയിലോട്ടൊക്കെ പോകുമ്പോൾ ഗ്രിപ്പ് കുറയുന്ന പോലെ ഒരു ഫീൽ നമുക്ക് ഒരു വോബ്ലിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടയേഴ്സിന് വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഉള്ളത് MRF-ൻ്റെ ടയറാണ്, 13 ഇഞ്ച് MRF-ൻ്റെ ടയർ. പിന്നെ റിമ്മൊക്കെ സ്റ്റീലാണ്. ബാക്കിൽ ഡ്രം ബ്രേക്കാണ്. ഫ്രണ്ടിൽ നോക്കിയാൽ ഡിസ്ക് ബ്രേക്ക്. പിന്നെ നമ്മൾ ആൻറ്റിന, ഇവിടെയുള്ള ആൻറ്റിനെ മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലൊരു ഇലക്ട്രിക് ആൻറ്റിന കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ VXI വേരിയൻറ്റിനൊക്കെ ശരിക്കും ഈ മിറേഴ്സൊക്കെ ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആട്ടോ. നമ്മൾ ഈ വേരിയൻ്റ് ആയതുകൊണ്ട് ആ പരിപാടികളൊന്നുമില്ല. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു ടെയിൽ ലൈറ്റും ബൾബ് ടെയിൽ ലാമ്പൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. മുകളിൽ നോക്കുമ്പോൾ റൂഫ് റെയിൽസും കാര്യങ്ങളൊന്നുമില്ല, സ്പോയിലറോ കാര്യങ്ങളൊന്നുമില്ല. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്ത് ഓൾമോസ്റ്റ് സെയിം ആസ് വാഗനാറാണ്. നമ്മുടെ ലെങ്ത്തും ഹൈറ്റും ഒക്കെയാണ് വാഗനാറിനെക്കാട്ടും കുറവ്. വീൽ ബേസും വാഗനാറിൻ്റെ അതേ സെയിം സംഭവം തന്നെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് സെയിം ആണ്. അറൗണ്ട് 165 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മൾ അൾട്ടോവും 800 ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇവിടെ നമ്മുടെ സാൻഡ്രോ ഇൻഡിക്കോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് വരുന്നത് അറൗണ്ട് 3.5 അതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 3.5 മീറ്റർ ഏകദേശം അതിൻ്റെ ഡയമെൻഷൻസൊക്കെ വരുന്നത്. ഇനി നമുക്ക് മെല്ലെ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. സോ ഇതിൻ്റെ AC-ക്ക് എനിക്ക് തോന്നുന്നൊരു സബ് കൂളിംഗ് ഫീച്ചറും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മളെ കംപ്രസറിൽ നിന്ന് റിഫ്രിജറൻറ്റ് നല്ല രീതിയിൽ കംപ്രസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കണ്ടൻസർ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം നല്ല സാധാരണേനെക്കാട്ടും നല്ല ലോവർ ടെമ്പറേച്ചറിലാണ് ഇതിൻ്റെ റിഫ്രിജറൻറ്റ് തണുപ്പിക്കുന്നത്. അതാണ് നമ്മുടെ സബ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ. സാധാരണയുള്ള ടെമ്പറേച്ചറിനെക്കാട്ടും നല്ല രീതിയിൽ നല്ല ലോ ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ റിഫ്രിജറൻറ്റ് അങ്ങോട്ട് വരിക, നമ്മുടെ ഈ ഇവാപ്പറേറ്റർ സൈഡിലോട്ട് വരിക. ആ ഒരു പ്രോസസ്സിനെയാണ് സബ് കൂളിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ അതിൻ്റെ AC ഒക്കെ കുറച്ച് കേടായിട്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ നല്ല കുറച്ച് അത്യാവശ്യം ചൂടിലാണ് ഇരിക്കുന്നത്. AC വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് ഡ്രൈവറിന് അത്യാവശ്യം നല്ല കാലൊക്കെ നല്ല ഇങ്ങനെ അനക്കിയിരിക്കാൻ നല്ല സ്പേസ് ഉണ്ട്. സൈഡിലോട്ടൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഇതാണ്, തിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ആയാലും നമുക്കിങ്ങനെ സിറ്റിയിലൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് സിറ്റിയല്ല ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ലൈറ്റാണ്. നമുക്കിത് മെല്ലെ നമുക്കിങ്ങനെ മാനേവർ ചെയ്ത് കൊണ്ടുപോവുക. നല്ല ബിഗിനർ ഫ്രണ്ട്ലിയാണ് വണ്ടി. ഒരു വലിയൊരു സാധാ നമ്മളൊരു അൾട്ടോൻ്റെ സ്പേസ് അത്രയും കംപ്രസം ആവാണ്ട് കുറച്ചും കൂടെ ഇച്ചിരി സ്പേസും കൂടെ വേണമെന്ന് തോന്നിയാൽ ഈ ഒരു വണ്ടി എടുക്കാം. ബട്ട് ഫ്രം എ ഡ്രൈവേഴ്സ് പെർസ്പെക്റ്റീവ് ഇത് നല്ല ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയും കൂടെയാണ്. ഇതിപ്പോൾ നമ്മൾ നോർമൽ രീതിയിലാണ് ഓടിക്കുന്നത്. ഹൈവേയിലോട്ടൊക്കെ എത്തിയിട്ട് ഇതിൻ്റെ നമുക്ക് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഒരു 19 km/L ആണ് നമ്മുടെ RI മൈലേജ് പറയുന്നത്. ബട്ട് ഇതിൻ്റെ റിയൽ വേൾഡ് മൈലേജ് കിട്ടും നമ്മളൊരു 17 അറൗണ്ട് നമ്മുടെ ഹൈവേയിൽ കിട്ടും. ബട്ട് സിറ്റീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 12-14 ഇതിൻ്റെ മൈലേജ് വരുന്നത്. വാഗനാറിനെക്കാട്ടും കുറച്ച് കൂടുതൽ മൈലേജ് കിട്ടും. ചിലപ്പോൾ ഒരു 1 or 2 km/L മോർ, ബിക്കോസ് ഇത് കുറച്ചും കൂടെ ലൈറ്ററാണ്. നമുക്ക് ഹൈവേൻ്റെ അങ്ങോട്ടേക്ക് എടുക്കാം. ക്ലച്ച് കുറച്ച് താങ്ങി ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ എടുക്കണം, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും. അത് ഈ ഒരു പവർ ഫിഗേഴ്സ് ഉള്ള വണ്ടികൾക്കുള്ള ഒരു സ്ഥിരം പ്രശ്നങ്ങളൊക്കെ തന്നെ. കേബിൾ ടൈപ്പ് ക്ലച്ചാണ്. അപ്പോൾ
ടൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മീഡിയം ലെവൽ ടൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു സിറ്റീസിലൊക്കെ നമ്മൾ കുറേ നേരം എടുത്ത് നോക്കുമ്പോൾ കാലിൻ്റെ ഒരു ചെറിയൊരു വേദന നമുക്ക് വേണമെങ്കിൽ വരും. ഞാൻ പറഞ്ഞില്ലേ, നോട്ട് ലൈറ്റ് ഓർ നോട്ട് ടു ടൈറ്റ്, ഒരു മീഡിയം ലെവലാണ് ഇതിൻ്റെ ക്ലച്ച് വരുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് സുഖമായിട്ട് സിറ്റിയിലെടുത്ത് പോകാൻ ചെറിയൊരു വണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഹോൺ വരുന്നത്. ഇങ്ങനെയാണ് ഹോണ്. സോ ഈ ഒരു വണ്ടിക്ക് അറൗണ്ട് 35 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിച്ച് അറൗണ്ട് 500 കിലോമീറ്ററൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് പോകാൻ പറ്റും ആവറേജ്. അപ്പോൾ ഈ ഒരു ടാങ്ക് കപ്പാസിറ്റി പാഡ് വിത്ത് ദിസ് മൈലേജ് ഈ ഒരു വണ്ടിക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ ഇറ്റ് റിയലി ഹെൽപ്സ്. നമ്മൾ ആൾട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നതിനെക്കാട്ടും ഈ ഒരു വണ്ടിക്ക് കുറച്ചും കൂടെ ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടും നല്ല രീതിയിൽ. അറൗണ്ട് 100 to 150 പ്ലസ് റേഞ്ച് നമ്മൾ ആൾട്ടോനെക്കാട്ടൊക്കെ കിട്ടും. പിന്നെ സേഫ്റ്റീൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു LXi വേരിയൻറ്റിന് എയർ ബാഗും കാര്യങ്ങളും നമ്മുടെ ABS ഒന്നുമില്ല. ബട്ട് VXi വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ എയർ ബാഗും ABS ഒക്കെ ഓപ്ഷണലാണ്. ഈ ഒരു വേരിയൻറ്റിന് നമ്മുടെ സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് ബോഡി സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ സ്റ്റാൻഡേർഡ്സിൽ ഇത് അന്നും ഒരു പപ്പടം ഇതാണ് നമ്മുടെ ബോഡി സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ. അന്നൊക്കെ നോക്കുകയാണെങ്കിൽ സാൻഡ്രോയും ബോഡി സ്ട്രക്ചറൊക്കെ വൈസ് സാൻഡ്രോയുടെയും വലിയ കൊള്ളത്തൊന്നുമില്ല ബോഡി സ്ട്രക്ചർ. എന്നാലും കമ്പയർഡ് ടു ദിസ് ദ ബോഡി സ്ട്രെങ്ത് ഓഫ് സാൻഡ്രോ വാസ് ബെറ്റർ എന്ന് പറയാം. പിന്നെ അന്നിറങ്ങിയ ഗെറ്റ്സൊക്കെ ഇല്ലേ, ഹുണ്ടായി ഗെറ്റ്സൊക്കെ നല്ല ബോഡി സ്ട്രെങ്ത് ഒക്കെ ഉള്ള വണ്ടിയാണ്. സോ നമുക്ക് ഇതിൻ്റെ ഓഫ് ദി ലൈൻ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ AC ഒക്കെ ഓഫാക്കി, വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എയറും കൂടെ ഓഫാക്കാം, ആ വണ്ടിയുടെ പ്യുവർ സൗണ്ട് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ സ്പീഡൊന്നും എടുക്കാൻ പറ്റത്തില്ല ഈ ഒരു ഏരിയയിൽ, എന്നാലും നമുക്ക് ചെറിയൊരു ലോഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഗിയറാണ്, ആക്സിലേറ്റർ. Power of 4 cylinder, man, power of 4 cylinder. Look at that. തേർഡ് ഗിയറിലാണ് 100 വരെ പോകുന്നത്. ഓ, നല്ല ഇരപ്പിച്ച് ഓടിച്ച ലുക്ക് അറ്റ് ദ പവർ. കംപ്ലീറ്റ്ലി നമ്മൾ സർപ്രൈസ് ആയി പോകുന്ന പവറാണ് ഈ ഒരു വണ്ടിക്ക്. അങ്ങനെ ഇരപ്പിച്ച് നമ്മൾ ഓടിച്ച. ചെറിയൊരു വീൽ സ്പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഗിയറിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് 40 സംതിങ് വരെ പോയി തോന്നുന്നു ഫസ്റ്റ് ഗിയറിൽ. ഞാൻ ശ്രദ്ധിച്ചില്ല സ്പീഡോമീറ്റർ, ഞാൻ ഫുൾ ഐസ് ഓൺ റോഡായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു RPM നമ്മൾ ആ ഒരു ഇതിലായിട്ട് അങ്ങനെ ഓടിച്ച് ജസ്റ്റ് ക്യാരീസ് ഓൺ. നമുക്ക് ആ അണ്ടർ പവേർഡ് ഫീൽ ആവത്തേ ഇല്ല. അറൗണ്ട് 4.6 മീറ്റേഴ്സാണ് ഈ ഒരു വണ്ടിയുടെ ടേണിങ് റേഡിയസ് വരുന്നത്. നമ്മുടെ സാൻഡ്രോവും കാര്യങ്ങളും ആ വണ്ടിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒക്കെ തന്നെ ഏകദേശം സിറ്റി ഡ്രൈവിങ്ങിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടേണിങ് റേഡിയസ് ആണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ യൂ ടേൺ എടുക്കുമ്പോൾ ഇതിൻ്റെ 0 to 100 വരുന്നത് അറൗണ്ട് 15 സെക്കൻഡിലാട്ടോ ഇതിൻ്റെ 0 to 100 കാര്യങ്ങളൊക്കെ വരുന്നത്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ നമ്മുടെ നല്ല ആഞ്ഞ് പിടിച്ച് ഓടിക്കുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഫൺ ടു ഡ്രൈവ് മിഷൻ. സെക്കൻഡ് ഗിയർ, പോലീസൊക്കെ വരാൻ പറയുന്നുണ്ട്. തേർഡ് ഗിയർ ആൻഡ് ഫോർ ദ ഫിഫ്ത്ത് ഗിയർ ഞാൻ ഇതുവരെ ഇടേണ്ടിയേ വന്നിട്ടില്ല ആ ഒരു സ്പീഡിൽ. കണ്ട ഇപ്പോൾ സെന്നസ്റ്റിലോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ബൈയിങ്ങിൽ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ ബാക്കി എല്ലാ ചെക്ക് AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, മറ്റേ വർക്ക് ചെയ്യുന്നുണ്ടോ, മറിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ, ആൾട്ടർനേറ്ററിൻ്റെ പ്രശ്നമുണ്ടോ, ആൾട്ടർനേറ്റർ ബെൽറ്റ് ആ സൗണ്ടുള്ള കുറേ വണ്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണം നല്ല രീതിയിൽ. പിന്നെ എടുക്കുകയാണെങ്കിൽ വലിയ പണിയൊന്നും ഇല്ലാത്ത വണ്ടി എടുത്താൽ ഇറ്റ്സ് സോ ഗുഡ്. സ്റ്റക്കായി പോയല്ലോ. ഓക്കെ, സോറി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രിറ്റി ഡീസൻറ്റ് ഫാമിലി കാറാണ്. സ്പേസും കാര്യങ്ങളും അത്യാവശ്യത്തിന് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആൾട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് പൈസ ഒന്ന് കൂട്ടി വെച്ചതെടുത്താൽ ഇറ്റ് വുഡ് ബി ഗുഡ്. ആൾട്ടോയുടെ കാര്യം പറഞ്ഞാൽ ആൾട്ടോന് ഇതേ 1.1 എഞ്ചിൻ വെച്ചിട്ട് ഒരു ആൾട്ടോ ഉണ്ട്, പഴയ ആൾട്ടോ. ആ വണ്ടിക്ക് പവർ ടു വെയിറ്റ് റേഷ്യോ വുഡ് ബി ഹയർ ദാൻ ദിസ് ഐ തിങ്ക്. എന്തായാലും ആയിരിക്കും. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഫൺ ഫാക്ടർ ഐ തിങ്ക് വുഡ് ബി വെരി ഗുഡ്. അത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞാനൊന്ന് നോക്കട്ടെ ആ വണ്ടി കിട്ടുമോ. F10D 1.1 ലിറ്റർ F10D ആൾട്ടോ. സോ അന്ന് ഇതിന് 4-4.5 ലക്ഷമൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് പ്രൈസ് അറൗണ്ട് എനിക്ക് തോന്നുന്നു 1 ലക്ഷം
1.5 ലക്ഷത്തിനുള്ളിൽ ഈ വണ്ടിയുടെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കാം. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഗുഡ്. പിന്നെ മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പണ്ട് കമ്പനിയിൽ നിന്ന് തന്നെ സൈഡ് സ്കേർട്ടിങ്ങും നമ്മുടെ ബാക്കും ഫ്രണ്ടും ഒക്കെ ചെറിയ സ്കേർട്ടിങ്ങും ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം ഒരു റൈസർ വണ്ടി പോലെയൊക്കെ പണ്ട് കമ്പനിയിൽ നിന്ന് തന്നെ ഇറക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ആ പരിപാടികളൊക്കെ ചെയ്യാം. ഒരു ജപ്പാനീസ് കീ കാറിനെ പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആക്കാം ഈ വണ്ടി. പക്ഷേ എല്ലാവർക്കും ഈ ഇത് മോഡിഫൈ ചെയ്ത് ഇതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് അറിയാലോ, ആ ഒരു ജാപ്പനീസ് ടച്ചുള്ള ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തെടുത്താൽ ഇറ്റ് വുഡ് ലുക്ക് വെരി ഗുഡ്. ഒരു ഈവനിങ് ടൈമാണ്, അതുകൊണ്ട് പിന്നെ സൺഡേയും കൂടെ ആയതുകൊണ്ടേ എന്തോ ഭാഗ്യത്തിന് വലിയ പ്രതീക്ഷിച്ച അത്ര റഷില്ല. നമുക്ക് ചെറിയൊരു സ്ട്രെച്ച് കിട്ടി നമുക്ക് നമ്മുടെ ആക്സിലറേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട്. എനിക്കൊന്ന് ടോപ്പ് സ്പീഡൊക്കെ അറൗണ്ട് ഒരു 100-120 മുകളിലൊക്കെ ഇങ്ങനെ ബോബിൾ ചെയ്താൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം ഇപ്പോഴൊന്നും ബൗൺസി ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു നല്ല ഹൈ സ്പീഡിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബൗൺസി ആയിട്ടുള്ള റൈഡ് ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഇതൊന്ന് നമുക്ക് വളച്ച് നോക്കാം. ഇങ്ങനെ വളച്ച് നോക്കുകയാണെങ്കിൽ വലിയ ബോഡി റോളും കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്സ് ആർ ഗുഡ്. ബ്രേക്സ് ഒക്കെ പിടിച്ചാൽ മീഡിയം ലെവൽ എന്ന് പറയാം. പിടിച്ച സ്ഥലത്ത് നിൽക്കുന്നൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ എസ്റ്റിലോടെ വിശേഷങ്ങൾ. സോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ASMR ടൈപ്പ് POV ടൈപ്പ് കണ്ടൻറ്റ് നമ്മൾ NJ എന്ന് പറഞ്ഞൊരു എൻ്റെ തന്നെ ഒരു ചെറിയൊരു ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അതിൽ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വണ്ടിയുടെ ASMR ഈ ചെറിയ സൗണ്ട് ഇത് പിന്നെ ഇത് അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുന്ന പോലെയുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു ശരി നമുക്കൊരു മലയാളത്തിൽ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇൻട്രാക്റ്റീവായിട്ട്. എനിക്ക് ആദ്യമൊന്നും അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു ഇതില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെറുതായി ഒന്നും ബിൽഡായി വരുന്നുണ്ട് എനിക്കിങ്ങനെ പറയാനുള്ള ഒരു സംഭവം. അതാണ് ഈ നീരജ് മോഹൻ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ചാനൽ, എൻ്റെ ഒരു പേഴ്സണൽ POV ചാനൽ. ഇതിൽ കാർസും ബൈക്കും ഞാൻ മെല്ലെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. കാറ് കിട്ടുന്നതനുസരിച്ച് ചെറിയ രീതിയിൽ മെല്ലെ ചെയ്ത് അങ്ങനെയൊക്കെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. NJ കാണുന്നവരുണ്ടെങ്കിൽ ഡു ഷെയർ യുവർ കമൻറ്റ്സ്. NJ കാണാത്തവർ അവരായാലും ഷെയർ യുവർ കമൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെൻ എസ്റ്റിലോൻ്റെ വിശേഷങ്ങൾ. ഇതാണ് എൻ്റെയും വിശേഷങ്ങൾ. ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. അടുത്തൊരു ഡ്രൈവിൽ നമുക്ക് കാണാം. ബൈ.